മലയാളികളെല്ലാവരും കഴിഞ്ഞ കുറച്ച് നാളുകളായി കേൾക്കുന്നതെല്ലാം രേണുവിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ്. രേണുവിന് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ആരാധകരെല്ലാവരും രേണുവിൻ്റെ അസുഖത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. രേണുവിൻ്റെ വാർത്തകൾക്കായി കാതോർത്തിരിക്കുന്നവർ ഇപ്പോൾ കാണുന്നത് ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ രേണുവിനെ പരിപാലിക്കുന്ന സഹോദരിയുടെ വീഡിയോ തന്നെയാണ്. രേണുവിൻ്റെ ചേച്ചി തന്നെയാണ് ഇപ്പോൾ രേണുവിനെ ഇത്രയും അധികം ആത്മാർത്ഥമായി നോക്കുന്നത് എന്ന് തന്നെ പറയണം. രേണുവും അങ്ങനെ തന്നെയാണ് സഹോദരിയെ കണ്ടിട്ടുള്ളത്. രേണു മാത്രമല്ല, സുധിയും അങ്ങനെ തന്നെയാണ് എന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട്. രേണുവും സുധിയും രേണുവിൻ്റെ വീട്ടിൽ താമസമുണ്ടായിരുന്ന സമയത്തെ തന്നെ ചേച്ചിയോടൊപ്പം കാര്യങ്ങൾ ചിലവഴിക്കാനും സമയം ചിലവഴിക്കാനും ഒക്കെ ഇവർക്ക് വലിയ താല്പര്യമായിരുന്നു. സുധി ചേച്ചിയുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കണ്ടിരുന്നതും. പ്രേക്ഷകർക്ക് അത് നന്നായി തന്നെ അറിയുകയും ചെയ്യാം. അന്നു മുതൽ രേണുവിനോടൊപ്പം ചേച്ചി താമസമുണ്ടായിരുന്നു. രേണുവിൻ്റെ അച്ഛനും അമ്മയും രേണുവിനോടൊപ്പം എല്ലാവരും വച്ചു കൊടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ തന്നെയാണ് രേണുവിൻ്റെ സഹോദരിയും മക്കളും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബം വളരെയധികം അടുപ്പമുള്ള കുടുംബമാണെന്നും സഹോദരി ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കുടുംബമാണെന്നും പ്രേക്ഷകർക്കറിയാം. എന്നാൽ അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വാർത്ത കൂടി എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത്. എന്നാൽ രേണു ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞേ മതിയാകൂ. രേണുവിനോടൊപ്പം തന്നെ രേണുവിൻ്റെ സഹോദരി നിൽക്കുകയാണ്. മറ്റ് സഹോദരങ്ങളെല്ലാം തന്നെ ജോലി പോലും വേണ്ടെന്ന് വെച്ചിങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. 6 കീമോ കഴിയുമ്പോൾ ഓപ്പറേഷൻ കൂടി ചെയ്യണം. ജോലിക്ക് പോലും പോകാതെയാണ് രേണുവിൻ്റെ സഹോദരി ഇപ്പോൾ രേണുവിന് വേണ്ടി നിൽക്കുന്നത്. തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി രേണുവും സുധിയും ഒരുപാട് ചെയ്തിട്ടുണ്ട്. തൻ്റെ മക്കളെയും രേണു അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും മക്കളെയോ അല്ലെങ്കിൽ രേണുവിനോ തള്ളിപ്പറയാൻ സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് എനിക്ക് അവളോടുള്ള പെരുമാറ്റവും. എനിക്കങ്ങനെ അവളോട് ദേഷ്യം തോന്നുമ്പോൾ ഞാൻ ദേഷ്യം പറയാറുണ്ട്. എനിക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടാതെ വരുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറും പറയാറുമൊക്കെയുണ്ട്. അത് അവൾക്കും നന്നായിട്ട് അറിയാം. അതനുസരിച്ച് തന്നെ അവൾ നിൽക്കുകയും ചെയ്യും. പ്രേക്ഷകരുടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ രേണുവിൻ്റെ സഹോദരി ഇതിനെപ്പറ്റി പറയുന്നത്. പ്രേക്ഷകർക്ക് രേണുവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ വല്ലാത്ത സഹതാപമാണ്. എന്നാൽ ഈ സഹതാപമൊന്നും രേണുവിന് ഇഷ്ടമല്ല. അപ്പോഴപ്പോഴാ വീഡിയോകളായി വരും. നെഗറ്റീവ് വീഡിയോ കമൻറ്റിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന വീഡിയോകൾക്ക് മാത്രം മറുപടി നൽകും. എന്നാൽ നല്ല കമൻ്റ് ഇടുന്നവരൊക്കെ തന്നെയും സ്വന്തം ആരാധകരായും അല്ലെങ്കിൽ നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായും രേണു കണക്കാക്കും. അവരെ ഒന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ക്രൂശിക്കപ്പെടാറില്ല. എന്നാൽ രേണുവിനെ അഹങ്കാരി എന്ന് വിളിക്കുന്നവരും ഇത് വേണമെന്ന് പറയുന്നവരും ഇതൊക്കെ സുധിയുടെ മരണത്തിന് ശേഷം നടന്ന പ്രശ്നങ്ങളാണ് കാണിക്കുന്നതെന്നൊക്കെ പറയുന്നവരും നിരവധി പേരാണ്. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയും എത്തുന്നത് എന്ന് പറയാം. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പലരും മനുഷ്യത്വമില്ലായ്മ തൊട്ടു തീണ്ടാത്തവർ പോലും സംസാരിച്ചത് അങ്ങനെയാണ്. അത്രയും ദുരിതം അയാൾ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവരും അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ്. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ ഇതിനു മുമ്പും സംഭവിക്കുമ്പോഴും സുധിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയെന്നും അതാണ് രേണുവിന് ഇത്തരത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകുന്നുണ്ടെന്നൊക്കെയുടെ പലതും വാർത്തകൾ തന്നെ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നിരവധി പേര് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.